കൊണ്ട് തന്നെ ഔമനത്വമുള്ള വളരെ ശാന്തശീലരായ രണ്ട് ആനകളുടെ നേതൃത്വത്തിൽ അവരാണ് ഇതിന് നെടുനായകത്വം വഹിച്ചിങ്ങനെ മുന്നിൽ നിൽക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ ഇതാ കുടമാറ്റം നടക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പറ്റി നമുക്ക് പറയാതെ ഈ പൂര ദിവസം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇന്നത്തെ പൂരപ്പറമ്പിലെ വലിയ ആകർഷകമായിരുന്നു, അതിന്റെ പ്രധാനപ്പെട്ട ആകർഷണമായിരുന്നു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. പറഞ്ഞാലും ആനപ്രേമികൾക്ക് തീരില്ല. അങ്ങനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ഒരു അഴകിന്റെ രൂപമാണ് രാമൻ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. മാതംഗലീല എന്ന ആയുർവേദ ആനകളെ പറ്റി പറയുന്ന ആയുർവേദ ഗ്രന്ഥം എന്താണ് ഗജലക്ഷണം മുഴുവൻ പറയുമ്പോൾ അത് മുഴുവൻ ഒത്തിണങ്ങിയ 18 നഖം, നിലത്ത് മുട്ടിക്കിടക്കുന്ന തുമ്പിക്കൈ, വിരിഞ്ഞ മസ്തകം, മസ്തകത്തിൽ ചന്ദന നിറം, അങ്ങനെ എന്തൊക്കെയാണോ മാതംഗലീലയിൽ പറയുന്നത് അതൊക്കെ ഒത്തുചേർന്ന ഒരു ഗജരാജൻ, ഗജശ്രേഷ്ഠനാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. രാമന്റെ വരവ് കൊണ്ട് ഇന്നത്തെ പൂര ദിവസം കുറെ മണിക്കൂറുകൾ ധന്യമായിരുന്നു. സാധാരണ ഈ പൂരം ഈ തെക്കേ ഗോപുര നട തുറക്കുന്നത് മുതൽ ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ തെക്കേ ഗോപുര നട തുറക്കുന്ന ദിവസം ഒരു പൂരത്തിന്റെ അത്രയും ആളുകളെ പൂരപ്പറമ്പിൽ കൊണ്ടുവന്ന ചരിത്രം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവതിയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുറന്ന് രാമന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വരുമ്പോൾ കാണുന്നത് ജനമഹാസമുദ്രമാണ്. അക്ഷരാർത്ഥത്തിൽ ഇതാ നമ്മൾ ഈ പറയുന്ന ഈ തെക്കേ ഗോപുര നടയിലെ ഇപ്പോഴത്തെ ആൾക്കൂട്ടം അന്ന് രാമനെ കാണാൻ വേണ്ടി അവിടെ വന്നത് ചരിത്രത്തിന്റെ ഭാഗമായതാണ്. അന്നു മുതലാണ് ഈ തെക്കേ ഗോപുര നട നെയ്തലക്കാവ് ഭഗവതി തുറക്കുന്നത് ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. എറണാകുളം ശിവകുമാറാണ് കഴിഞ്ഞ തവണയും ഇത്തവണയും അതിന് നേതൃത്വം വഹിക്കാൻ എത്തിയത്. അങ്ങനെ എന്താണ് തെച്ചിക്കോട്ടുകാവ് രാമന് എന്തൊക്കെ ചരിത്രങ്ങളാണ് ഉള്ളത്, എത്രയോ ചരിതങ്ങളാണ് ഉള്ളത്. രാമന്റെ ചരിതമാണ് പൂരപ്പറമ്പിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. തെക്കേ ഗോപുരത്തിനുള്ളിൽ അത് രാമനാണ്, അത് രാമനാണ്. അത് രാമൻ, ഒരേ ഒരു രാമൻ, അഴകിയ രാമൻ, അടിപൊളി രാമൻ. രാമചന്ദ്രൻ വരുന്ന ആ വരവ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം. തെക്കേ നടയിറങ്ങി സാക്ഷാൽ രാമൻ വിളിക്കുകയാണ്. തൃശൂർക്കാർ മുഴുവൻ കാത്തിരുന്ന ഓരോന്നര വരവായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ നടവഴി ഇറങ്ങി കഴിഞ്ഞു. നിൽക്കുന്ന ആത്മി നമുക്ക് രാമൻ വന്നു കഴിഞ്ഞു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയുടെ ഏറ്റവും വലിയ എഴുന്നള്ളത്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഇതിനെ രാജാവ് എന്നല്ല വിളിക്കേണ്ടത്, ഈ വിളിക്കേണ്ടത് ഏകഛത്രാധിപതി എന്നാണ്. സാമ്രാട്ട് തുമ്പിക്കൈ ഉയർത്തിയുള്ള അഭിവാദ്യമുണ്ടല്ലോ. എത്രയെത്ര ആരാധക ഹൃദയങ്ങളിൽ, ആരാധകരുടെ കണ്ണുകളിൽ കണ്ണു നിറയുന്നു. എസ്കേൻ ഒറ്റ വിളിയേ ഉള്ളൂ, രാമ 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 എന്നൊരൊറ്റ വിളിയിൽ 1000 ഹൃദയങ്ങൾ ഇവിടെ നിൽക്കുന്നു. എസ്കേൻ, the king is coming.